അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ തിരഞ്ഞ് കാട്ടുകൊമ്പനെത്തി. മുറിവേറ്റ ആന മയക്കുവെടിയേറ്റ് വീണ സ്ഥലത്ത് എത്തിയ ആന ഏറെ നേരം അവിടെ മണം പിടിച്ചു നിന്നു. വീണ സ്ഥലത്തും ലോറിയിൽ കയറ്റിയ സ്ഥലത്തുമൊക്കെ കാട്ടുകൊമ്പൻ എത്തി എന്നുള്ളതാണ് അറിയുന്നത്. ഇന്നലെ വെടിയേറ്റ ആനയെ ഏഴാറ്റുമുഖം ഗണപതി ചേർത്ത് നിർത്തുന്നതും സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. ആ ദൃശ്യങ്ങൾ വിവരങ്ങളുമായി സൂരജ് സജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇതിൽ ആദ്യം തന്നെ അറിയേണ്ടത് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഒരു വലിയ മൃഗങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും ഒക്കെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാട്ടുകൊമ്പൻ തിരഞ്ഞ് എത്തി എന്നുള്ളതാണ്. കൂടുതൽ വിശേഷങ്ങൾ പറയും. മേഘന, ഈ മുറിവേറ്റ ആന നിലവിൽ കോടനാട് അഭയാരണ്യത്തിലെ കൂട്ടിലാണുള്ളത്. അതിൻ്റെ ചികിത്സയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകി. ആന തീറ്റ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായി ഇപ്പോൾ ഈ വനംവകുപ്പ് തന്നെ വിശദീകരിക്കുന്ന കാര്യം. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് ഈ കൊമ്പനെ തിരഞ്ഞ് മറ്റൊരു ആന കൂടി ഈ മേഖലയിലേക്ക് എത്തിയത്. ഇന്നലെ ഈ മയക്കുവെടി വെക്കുന്ന സമയത്ത് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന ആന ഈ കൊമ്പനെ, മുറിവേറ്റ ആനയെ ചേർത്ത് നിർത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പലതവണ അതിൻ്റെ തുമ്പി ഉയർത്താൻ നോക്കുന്നു, അതിനുശേഷം ഈ ചെവിയിൽ തട്ടി നോക്കുന്നു. പിന്നീട് ഈ ആനയുടെ ശരീരത്തിൽ ഈ ഏഴാറ്റുമുഖം ഗണപതി തള്ളുന്ന സമയത്താണ് അത് മറിഞ്ഞ് താഴെ വീഴുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രിയൊക്കെ ഏഴാറ്റുമുഖം ഗണപതി നാട്ടുകാർ പറയുന്നത് ഈ മേഖലയിൽ, ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപക നാശനഷ്ടമാണ് വരുത്തിയതെന്നുള്ളതാണ്. സാധാരണ ഈ ആനയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാകാറില്ല. പക്ഷേ ഇന്നലെ വ്യാപകമായി വിവിധയിടങ്ങളിൽ ഈ തെങ്ങും കവുങ്ങും എല്ലാം ആന നശിപ്പിച്ചു. അത് നശിപ്പിച്ച് കടന്നു പോവുകയായിരുന്നു. അത് തീറ്റയായി ഇത് കഴിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഈ കൊമ്പനെ കൊണ്ടുപോയതിലുള്ള ഒരു കലിയാണ്, ആനക്കലിയാണ് പ്രകടമാക്കിയതെന്നുള്ളതായിരുന്നു നാട്ടുകാർ പറഞ്ഞത്. അതിനിടയിലാണ് ഇന്ന് 4 മണിയോടുകൂടി മറ്റൊരു ആന ഈ മേഖലയിൽ എത്തുന്നതും ഈ ആന വെടിയേറ്റ് വീണ ഭാഗത്തെത്തി മണം പിടിച്ച് നടക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. ഈ ലോറിയിൽ കയറ്റിയ സ്ഥലത്തൊക്കെ ആന ഏറെ നേരം ഈ മണം പിടിച്ച് നടന്നു എന്നുള്ളതാണ് പറയുന്നത്. കുറച്ച് ദിവസങ്ങളായി ഈ മുറിവേറ്റ ആന പലപ്പോഴും നമ്മൾ കാണുന്ന സമയത്തൊക്കെ ഈ ഒരു ആനക്കൂട്ടത്തിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ആനയാണ് ഈ ആനയെ തിരഞ്ഞ് ഇപ്പോൾ ഈ മയക്കുവെടി ഏറ്റ് വീണ ഭാഗത്ത് എത്തിയതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന. മേഘന, ശരി. സൂരജ്, ഒപ്പം സൂരജിനെ ഇവിടെ നമ്മുടെ പ്രേക്ഷകരെ അന്വേഷിക്കുന്നുണ്ട്. സൂരജിന് സുഖമാണോ, ആനയ്ക്ക് സുഖമാണോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ അതും കൂടെ നമ്മൾ സൂരജിനെ അറിയിക്കണല്ലോ.